ഹായ് ഹലോ ഫ്രണ്ട്സ്. എൻ്റെ ചാനൽ ഡോഗ്സിന് വേണ്ടിയിട്ട്, സ്ട്രേ ഡോഗ്സിന് വേണ്ടിയിട്ട് അങ്ങനെ ഫുഡ് കൊടുക്കാനും മറ്റുമായിട്ട് തുടങ്ങിയ ചാനലാണ്. നിങ്ങൾക്ക് പറ്റുമെന്നുള്ളവർക്ക് വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ യൂട്യൂബേഴ്സിന് ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. എന്നുവെച്ചാൽ അവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. അതായത് മറ്റ് ചാനലുകളുടെ അടിയിൽ പോയി നമ്മൾ വീഡിയോസിൻ്റെ അടിയിൽ നമ്മൾ പോയി കമൻ്റൊക്കെ ഇടുമല്ലോ, സബ്സ്ക്രൈബ് ചെയ്യണമേ, നമുക്ക് പരസ്പരം സഹായിച്ച് മുന്നേറാം, പിന്നെ വീഡിയോസ് കാണാൻ അങ്ങോട്ട് വരണേ ഇങ്ങോട്ട് വരണേ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അത് ചാനലിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ ബാധിക്കും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നമ്മൾ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ എങ്ങനെ വീഡിയോസിൽ സബ്സ്ക്രൈബ്സ് കൊണ്ടുവരാം. നമ്മൾ നല്ല നല്ല ഷോർട്സ് വീഡിയോസ് ഇട്ടാൽ മതി. അത് കാണുന്നവർ തന്നെ നമ്മളെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തോളും. അതൊരു കാര്യം. പിന്നെ അല്ലാതെ തന്നെ നമ്മൾ വാച്ച് അവറും വീഡിയോസിൽ വ്യൂസൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കാശ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യമായിട്ടൊരു ചാനൽ തുടങ്ങുമ്പോഴത്തേക്ക് എങ്ങനെ ചാനലിൽ വ്യൂസ് വരും. നമുക്ക് വീഡിയോസ് ഇട്ടിട്ട് വല്ലാത്ത ടെൻഷനായിരിക്കും, വ്യൂസ് വന്നില്ലല്ലോ എന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്നോ, വേറെ ആർക്കെങ്കിലുമൊക്കെ നമ്മളെ ബന്ധുക്കൾക്കോ മറ്റുള്ളവർക്കൊക്കെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കും. നമ്മളെ ചാനലിൻ്റെ ലിങ്ക് എല്ലാം അയച്ചു കൊടുക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഒരു നല്ല ഒരു വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് ഇട്ടിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം. ഒരു 2 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് താനെ എവിടെ നിന്നറിയില്ല വ്യൂസ് തന്നെ വന്നുകൊള്ളും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അയൽക്കാരെ അറിയിക്കേണ്ട ആവശ്യമില്ല, ബന്ധുക്കളെ അറിയിക്കേണ്ട ആവശ്യമില്ല. ചാനൽ തുടങ്ങുക, നല്ല വീഡിയോസ് ഇടുക. നമ്മൾ ബന്ധുക്കളെ അറിയിച്ച് അയൽക്കാരെയൊക്കെ അറിയിച്ചാൽ അവർ നമ്മുടെ ചാനലിൽ കയറി വെറുതെ നമ്മളെ വീഡിയോസിനെ കണ്ട് നശിപ്പിക്കത്തേ ഉള്ളൂ. അവരെയൊന്നും അറിയിക്കാനൊന്നും പാടില്ല. അവരെ സബ്സ്ക്രൈബ് നമ്മൾ വാങ്ങാനേ പാടില്ല. അബദ്ധവശാൽ അറിഞ്ഞാൽ തന്നെ അത് തലവേദനയാണ്. അതുകൊണ്ട് പരമാവധി ആരെയും അറിയിക്കരുത്. യൂട്യൂബ് തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്തോളും. മറ്റുള്ളവരെ നമ്മളെ അയൽക്കാരെയും ബന്ധുക്കളെ അറിയിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ നമ്മൾ സ്വയം ഖനിക്കുക എന്ന് തന്നെയാണ് പറയുന്നത്. നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും. നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ തന്നെ പിന്നെ അതിനെ എടുത്ത് പൊക്കിക്കൊണ്ട് പിണങ്ങാനും പിന്നെ മുഖം വീർപ്പിക്കാനും നേരം വരുള്ളൂ. എന്തിനാണ് ആവശ്യമില്ലാത്ത വിഷമങ്ങൾ പറയണത്? നമ്മളെന്താ പറഞ്ഞാലും നമ്മൾ ആരുടെ പേരെടുത്ത് പറയുകയോ പ്രത്യേകമായിട്ട് അവരെ അവമാനിക്കാനോ ഒന്നും വേണ്ടിയിട്ട് നമ്മളൊന്നും പറയുന്നില്ല. അതൊക്കെ അവർക്ക് ചിലപ്പോൾ അത് ഓരോ പോയിൻ്റായിട്ട് എടുത്ത് കാണിച്ചിട്ടത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്നും പാടില്ല. നമ്മൾ വീഡിയോസ് ഇടുക. വീഡിയോസ് ഇട്ടാൽ യൂട്യൂബിൽ നിന്ന് തന്നെ, എൻ്റെ ഈ ചാനലിൽ നിന്ന് തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ്സൊക്കെ വന്നിട്ടുള്ളത് ഷോർട്സ് വീഡിയോ ഇട്ടിട്ടാണ്. പിന്നെ എൻ്റെ അല്ലാത്ത ഡോഗ്സിൻ്റെ വീഡിയോ ഫുഡ് കൊടുക്കണതും മറ്റുമൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്ട്രേ ഡോഗ്സിനൊക്കെ ഫുഡ് കൊടുത്ത് ചിലപ്പം പ്രഹസനം കാണിച്ചിട്ട് വീഡിയോസിൽ വ്യൂസ് കൊണ്ടുവരാനും കാശുണ്ടാക്കാനും ഒക്കെ എന്ന് ആൾക്കാർ ധരിക്കും. ഏറ്റവും അധികം ആൾക്കാർ യൂസ് ചെയ്ത് ചിലപ്പോൾ വരുമാനം ഉണ്ടാക്കുന്നത് സ്ട്രേ ഡോഗ്സോ സ്ട്രേ കാറ്റ്സോ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷേ നമുക്കൊരു വരുമാനം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുത്താൽ മതി. അവരെ ഉപയോഗിച്ച് തന്നെ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് നമുക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കാം. നമുക്കൊരു വരുമാനമാവും, ഡോഗ്സിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതും ആവും. ആൾക്കാരെന്ത് വേണമെങ്കിലും പറഞ്ഞുകൊണ്ട് പോട്ടെ. ഈ ചെയ്യുന്ന എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. സ്ട്രേ ഡോഗ്സിനെ എല്ലാം വഴി കിടക്കുന്നതെന്നുള്ള പറക്കിക്കൊണ്ട് നമുക്ക് വീടിനകത്തൊന്നും കൊണ്ടുവയ്ക്കാനൊന്നും പറ്റത്തില്ല. അവരെവിടെയാണോ ഉള്ളത് നമ്മൾ അവിടെ പോയി അവർക്ക് ഭക്ഷണം കൊടുക്കുകയും സാധിക്കുമെന്നുള്ളത്. പിന്നെ അതിന് എന്തെങ്കിലും ഇപ്പം സുഖമില്ലായ്മ കാണുന്നുണ്ടെങ്കിൽ അതിന് ചെറിയ ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുക്കാം.
കാശ് സ്വന്തമായിട്ട് ഒരുപാടൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകാം. അല്ലാതെ എന്നെപ്പോലെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പിന്നെ അധികാര പരിധിയിലിരിക്കണ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഭക്ഷണം കൊടുക്കാം, അത്ര തന്നെ. പിന്നെ നമ്മുടെ പരിസരത്ത് ഏതെങ്കിലും കുഞ്ഞു ഡോഗ കയ്യോ കാലോ ഒടിഞ്ഞൊക്കെ കിടക്കണമെങ്കിൽ അതിനെ ഒന്ന് വച്ച് കെട്ടാനോ ഒന്ന് മരുന്ന് തേക്കാനോ ഒക്കെ ചിലപ്പം പറ്റുമായിരിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ഇത് തന്നെയാണ്. മറ്റ് ചാനലുകളുടെ അടിയിൽ പോയി ആവശ്യമില്ലാത്ത കമൻറ്റുകളൊന്നും എഴുതരുത്. സബ്സ്ക്രൈബ് മറ്റുള്ളവരടുത്ത് ചോദിക്കരുത്. അത് നമുക്ക് തന്നെ യൂട്യൂബിൽ നിന്ന് തനിയെ വന്നുകൊള്ളും. ഷോർട്സ് വീഡിയോസ് ഇടുക, നല്ല വെറുതെ ഇടുന്നതല്ല, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അതിൻ്റെ പിന്നെ ഹെഡിങ്ങൊക്കെ ഒന്ന് നല്ലതായിട്ട് എഴുതുക. പിന്നെ നമ്മൾ അതിൽ ടാഗ്സൊക്കെ ഉണ്ടല്ലോ, ടാഗ്സ് ഉണ്ട്, അതിൽ നല്ല ശരിയായ ടാഗ്സുകളൊക്കെ എഴുതുക. നല്ല മ്യൂസിക് ആഡ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നല്ല വ്യൂസ് വരും. പിന്നെ വാച്ച് അവറൊക്കെ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങാൻ പോയെന്ന് വെച്ചാൽ ഇപ്പോൾ 4000 വാച്ച് അവറും സബ്സ്ക്രൈബ് ചിലപ്പം നിൽക്കുമായിരിക്കും. നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയാലും നിൽക്കുമെന്ന് വയ്ക്കാം. വാച്ച് അവർ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയെന്ന് വെച്ചാൽ ഇപ്പം ഓരോ വർഷം കഴിയും തോറും ഇത്രയധികം വാച്ച് അവർ കട്ടാവുന്നുണ്ട്. നമ്മൾ ഇന്ന് ചാനൽ തുടങ്ങിയത് തൊട്ട് അടുത്ത 365 ദിവസം എന്തോ കഴിയുമ്പോഴത്തേക്ക് 4000 വാച്ച് അവർ കണക്കാക്കിക്കൊണ്ട് ബാക്കിയുള്ളതൊക്കെ കുറേശ്ശെ എത്രയോ മണിക്കൂറുകൾ കട്ടാവുമെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ വീഡിയോസ് ഇട്ട് വ്യൂസും വാച്ച് അവറും കൊണ്ടുവന്നില്ലെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങിയാൽ തന്നെയും ആ സമയം കഴിയുമ്പോഴത്തേക്ക് ബാക്കിൽ നിന്ന് കുറേശ്ശെ വാച്ച് അവർ കട്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് കാശ് കൊടുത്ത് വാച്ച് അവർ വാങ്ങി സെറ്റാക്കിയിട്ട് സ്വസ്ഥമായിട്ടിരിക്കാമെന്ന് ധരിക്കരുത് വീഡിയോസ് ചെയ്യാതെ. ഇത് നമ്മളെ വേണമെങ്കിൽ ഒരു പ്രൊഫഷനായി കണ്ടുകൊണ്ട് വീഡിയോസൊക്കെ ഇടുക. കമ്പനീസിലും മറ്റുമൊക്കെ വർക്ക് ചെയ്യുന്നവരും അധ്വാനിക്കുന്നവരും ഉണ്ടല്ലോ, അവർക്ക് നിരന്തരം എന്തെങ്കിലും വർക്ക് ചെയ്താലേ അവർക്ക് പണം കിട്ടുള്ളൂ. അതുപോലെ തന്നെയാണ് ഇതും. അപ്പോൾ നല്ല വീഡിയോസൊക്കെ ഇടുക, ഷോർട്സ് ഇടുക, അതിലൂടെ സബ്സ്ക്രൈബും വാച്ച് അവറും ഒക്കെ വരും. അല്ലാതെ ഒരിക്കലും, എൻ്റെ അനുഭവമാണ്, ഞാൻ ആദ്യം വേറൊരു ചാനൽ തുടങ്ങിയിട്ട് മറ്റുള്ളവരെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ട് നടക്കുകയും പിന്നെ അല്ലാതെ ഈ എന്തോന്ന് പറയേ വീഡിയോസൊക്കെ പരസ്പരം കാണുന്ന ഒരു ഇതുണ്ടല്ലോ, എന്തോന്ന് അതിൻ്റെ പേര്, ടാസ്ക് ഗ്രൂപ്പുകളൊക്കെ വീഡിയോസൊക്കെ പരസ്പരം കാണണം. അതിലൊക്കെ പോയി കണ്ടു, വാച്ച് അവറെല്ലാം സെറ്റ് ചെയ്തു, ലൈവ് ഇട്ട് വാച്ച് അവർ സെറ്റ് ചെയ്തു, എല്ലാവർക്കും ചെയ്തിട്ട് അവസാനം നമ്മൾ പിന്നീട് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ലൈവ് ഇടുമ്പോൾ ബ്ലാക്ക് സ്ക്രീൻ പാടില്ല. സ്ക്രീന് മൂവിങ് ആയിരിക്കണം. ഒന്ന് നമ്മളെ മുഖം കാണിച്ചുള്ള ലൈവായിരിക്കണം, അല്ലെങ്കിൽ സൗണ്ട് ഉണ്ടായിരിക്കണം. അതൊരു കാര്യം. പിന്നെ നമ്മുടെ ചാനലിൻ്റെ ഇത് വെച്ചിട്ട് തന്നെ നമ്മളതിൽ കമൻസ് ആൾക്കാർക്ക് അവർ ചോദിക്കണതിന് റിപ്ലൈ കൊടുക്കണം. എനിക്ക് പറ്റിയ അബദ്ധങ്ങളാണ്. ഞാൻ എന്താണെന്ന് ചെയ്തതെന്ന് വെച്ചാൽ ലൈവ് ഓണാക്കി ഇട്ടിട്ട് വേറൊരു മൊബൈൽ എടുത്തിട്ട് ഐഡികളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുമല്ലോ, അങ്ങനെ ID ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് അവിടെ ഓണാക്കിയിടും. എന്ന് വെച്ചാൽ വാച്ച് അവർ കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓണാക്കിക്കൊണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് ഞാനിങ്ങോട്ട് കമൻ്റ് ഇട്ട് കൊടുക്കും. അതിൽ വരുന്ന ആൾക്കാർക്ക് റിപ്ലൈ കൊടുക്കുന്നത് അതിൽ നിന്നായിരുന്നു. പക്ഷേ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. യൂട്യൂബ് നമ്മളെ ചാനൽ മോണിറ്റൈസ് ആവാൻ സമയത്ത് റിവ്യൂ പോകുമ്പോൾ നമ്മളെ ചാനലിൻ്റെ സ്ക്രീൻ ഇതൊക്കെ നോക്കും. പിന്നെ സ്ക്രീൻ മൂവിങ് ആണോ നോക്കും. നമ്മളെ ചാനലിൽ നിന്ന് തന്നെയാണോ കമൻസൊക്കെ ഇടുന്നതെന്നൊക്കെ നോക്കും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ എന്താ പറയുക, ഇതൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എനിക്കറിയാമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. എൻ്റെ ഫസ്റ്റ് ചാനലൊന്നും മോണിറ്റൈസ് ഒന്നും ആയില്ല, അതെല്ലാം പോയി കിട്ടി. കാരണം എന്ന് പറഞ്ഞാൽ അറിവില്ലാതെ ആരെങ്കിലും വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കും. നമ്മളിപ്പോൾ സബ് എന്ന് വെച്ചാൽ മറ്റുള്ളവരെ സബ് ഇങ്ങോട്ട് വാങ്ങിക്കും, അങ്ങോട്ട് പോയി സബ് ചെയ്യും. അതൊക്കെ യൂട്യൂബിൻ്റെ കമ്പ്യൂട്ടറിന് ലോകരിതത്തിനൊക്കെ അതൊക്കെ മനസ്സിലാക്കാനൊക്കെ സാധിക്കും. എൻ്റെ അടുത്ത് തന്നെ മോൻ നല്ലവണ്ണം പറഞ്ഞു, അങ്ങനെയൊന്നും ചെയ്യരുത് അമ്മ, വെറും വീഡിയോസ് മാത്രം ഇട്. ഞാൻ എൻ്റെ ആൻസൈറ്റി കൊണ്ട് പെട്ടെന്ന് ചാനൽ ഇതാക്കണം, നിറയെ സബ്സ്ക്രൈബേഴ്സൊക്കെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ ഞാൻ
ഈ കാണുന്ന തോന്നിയാസം എല്ലാം കാണിച്ചു. പക്ഷേ ചാനൽ മോണിറ്റൈസ് ആയില്ല, എല്ലാം പോയി കിട്ടി. അതുകൊണ്ട് ആർക്കെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും എനിക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചോദിച്ചാൽ കമൻസ് ആയിട്ട് ചോദിക്കുക, പറഞ്ഞുതരാം. ഓക്കെ, ബൈ ഫ്രണ്ട്സ്. പറ്റുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് അടിച്ചേക്കണേ.